എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെയുള്ള ഇപ്പോൾ സിനിമയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു കൂട്ടം തലമുറയ്ക്ക് പ്രചോദനമായിട്ടുള്ള ഒരു നടനാണ്. നായക സ്ഥാനത്ത് വന്ന് നിൽക്കാവുന്നത് നടൻ്റെ സൗന്ദര്യം നടനത്തിലാണ്, അല്ലാതെ ശരീരത്തിലല്ല. ഒറ്റ കാര്യം നോക്കിയാൽ മതി, അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് ഏതൊരു നടനും എറണാകുളത്ത് ടൗണിൽ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലേക്ക് പോകുമ്പോൾ തൃപ്പൂണിത്തുറയുടെ അകത്ത് തൃപ്പൂണിത്തുറക്കാർ പോലും സെലക്ട് ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു കണ്ടനാട് എന്ന് പറയുന്നത്. ആ കണ്ടനാട് അതേപോലുള്ളൊരു സ്ഥലം വാങ്ങി അടുത്തുള്ള പാടങ്ങൾ, അതായത് തരിശിയായി കിടന്ന പാടങ്ങൾ, അദ്ദേഹം ആ പാടത്തിൻ്റെ ഉടമകളുമായിട്ട് സംസാരിച്ച് അവിടെ പച്ച വിരിച്ചു. അതിൻ്റെ പ്രചോദനത്തിൽ ഒരുപാട് പാടങ്ങളിൽ പച്ച വിരിഞ്ഞു എന്നുള്ളതാണ്. എല്ലാ രീതിയിലുള്ള സംഭാവനകളും ചെയ്തിട്ടാണ് പൂർണ്ണമായൊരു ജീവിതം എന്ന് വേണമെങ്കിൽ പുറമേ നിന്ന് കാണുമ്പോൾ, അകത്ത് ഉള്ളത് നമുക്ക് അകത്തല്ലേ അറിയുള്ളൂ. പുറമേ നിന്ന് കാണുമ്പോൾ ഞാൻ കണ്ടതിൽ അത്യാവശ്യം പൂർണ്ണത വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ശ്രീനിവാസൻ സാർ. മണികണ്ഠൻ ചേട്ടൻ, നമ്മളിപ്പോൾ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മുടെ പ്രിയ നടൻ ശ്രീനിവാസൻ ചേട്ടൻ നമ്മളോട് വിട പറഞ്ഞു. എങ്ങനെയാണ് ശ്രീനിവാസൻ ചേട്ടനെ ഓർത്തെടുക്കുന്നത്? ശ്രീനിസാറിൻ്റെ കൂടെ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സമീപിച്ചിട്ടുണ്ട് എൻ്റെ കല്യാണമൊക്കെ വന്നപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന രീതിയിൽ എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ അങ്ങനെ പറഞ്ഞതുമില്ല. വ്യക്തിപരമായിട്ട് ഉള്ള ബന്ധങ്ങൾ, അതായത് നാട്ടുകാരെന്നുള്ള നിലയിലും, പിന്നെ അദ്ദേഹത്തിൻ്റെ കൃഷിയൊക്കെ ആയിട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കും, അതിനൊക്കെ പോകും. അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് പേഴ്സണലി ഉള്ള ബന്ധം എന്ന് പറയുന്നത്, എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെയുള്ള ഇപ്പോൾ സിനിമയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു കൂട്ടം തലമുറയ്ക്ക് പ്രചോദനമായിട്ടുള്ളൊരു നടനാണ്. നടൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അത് അഭിനയം തന്നെയാണ്. അല്ലെങ്കിൽ നാടിനെ അറിയുക, അത് പകർത്തി കാണിക്കുക, അതിനുള്ള കഴിവുണ്ടാവുക എന്നുള്ളതാണ് ഒരു നടന് വേണ്ട ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു തരികയല്ല, കാണിച്ചു തന്ന ഒരുപാട് നടന്മാരിൽ ഏറ്റവും പ്രചോദനമായിട്ടുള്ള ഒരു നടൻ ശ്രീനിവാസൻ ചേട്ടനാണ്. ഭരത് ഗോപി അദ്ദേഹം ഉണ്ടായിരുന്നു, അതേപോലെ കലാഭവൻ മണി. അപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾക്ക്, അതായത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ സൗന്ദര്യം ഒരു പ്രധാന ഘടകമാണല്ലോ സിനിമ. അത് പൊളിച്ചെഴുതിയ ഒരാളാണ് ശരിക്കും രജനീകാന്ത് തമിഴ്നാട്ടിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചപ്പോൾ അതേ സമയത്ത് തന്നെ ശ്രീനി സാറ് ഇവിടെയും കേരളത്തിലും ഒരു പുതുക്കിപ്പണി നടത്തിയിട്ടുണ്ട്. നായക സ്ഥാനത്ത് വന്ന് നിൽക്കാവുന്നത് നടൻ്റെ സൗന്ദര്യം നടനത്തിലാണ്, അല്ലാതെ ശരീരത്തിലല്ല എന്ന് ഇങ്ങനെയും ഒരു വശമുണ്ട് എന്ന് കാണിച്ചു തന്നതും, ഭാവിയിൽ എന്നെയൊക്കെ വെച്ച് സിനിമ ചെയ്യാൻ ആളുകൾ അവർക്കൊരു പ്രചോദനം തീർച്ചയായിട്ടും ഭരത് ഗോപിയും ശ്രീനിവാസനും കലാഭവൻ മണിയൊക്കെ തന്നെയാണ്. വലിയ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക്. അത് വെറുതെ വാക്കുകളല്ല, അദ്ദേഹം തന്നിട്ടുള്ള സംഭാവനകൾ, അതേപോലെയുള്ള സിനിമകളാണ് ഇപ്പോഴും നമ്മുടെ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗിക്കാതെ കടന്നു പോകില്ല. എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനൊക്കെ ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ളൊരു വാക്കാണ്. ഇലക്ഷനൊക്കെ ആകുമ്പോഴും അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിലെ ഡയലോഗ് എന്നും തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഇടതുപക്ഷമാണെങ്കിൽ പോലും അത് ഭയങ്കര വേദനിപ്പിക്കുന്ന വിമർശനങ്ങളല്ല, നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും തിരുത്തുന്നതുമാണ്. ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, നമ്മളുടെ പോക്ക് ശരിയല്ല, നമ്മളിങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്, പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു അത് തുറന്നു പറയുമെന്ന് പറയുന്നത് വളരെ അതിപ്പോഴും സഖാക്കൾ പോലും ഏറ്റെടുക്കുന്ന ഒരു വിമർശനമാണ്. അതിനൊക്കെ നർമ്മത്തിൽ ചാലിച്ചിട്ടാണ് വിമർശിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു തിരക്കഥയുടെ ബലവും. അതാണ് പിന്നെ ഫെഫ്കയുടെ നേതൃത്വത്തിൽ അവിടെ അനുസ്മരണം യോഗം കൂടിയിരുന്നു. അപ്പം അതിൽ അമ്മയുടെ അംഗങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു കരച്ചിലോ വേദനയോ അതിനേക്കാളും ഒരു അദ്ദേഹത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവസാനിക്കുന്ന ചിരിയിലാണ്. അത് അങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചത്. കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഓരോ കോമഡിയും കാണാൻ പറ്റുള്ളൂ.
പിന്നെ ഒരു കാര്യം കൂടി വ്യക്തിപരമായിട്ടാണ് കൂടുതൽ അടുപ്പമുള്ളതെന്ന് തോന്നി കൃഷിയൊക്കെ ഒരുപാട് ഈ വീടായാലും ഒരു സ്വർഗം പോലെ ഈ ഗ്രീനറി മൊത്തം പച്ചപ്പ് വേണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ്. കൃഷിയായിട്ടും നമ്മുടെ പ്രകൃതിയായിട്ടൊക്കെ അത്ര ഇണങ്ങി നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരു ശ്രീനിയേട്ടനെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? അല്ല, അല്ലെങ്കിൽ തന്നെ ഒറ്റ കാര്യം നോക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് എറണാകുളത്ത് ഏതൊരു നടനും എറണാകുളത്ത് ടൗണിൽ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലേക്ക് പോകുമ്പോൾ തൃപ്പൂണിത്തുറയുമല്ല, തൃപ്പൂണിത്തുറയുടെ അകത്ത് തൃപ്പൂണിത്തുറക്കാർ പോലും സെലക്ട് ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു കണ്ടനാട് എന്ന് പറയുന്നത്. ആ കണ്ടനാട് അതേപോലുള്ളൊരു സ്ഥലം വാങ്ങി അടുത്തുള്ള പാടങ്ങൾ, അതായത് തരിശിയായി കിടന്ന പാടങ്ങൾ അദ്ദേഹം ആ പാടത്തിൻ്റെ ഉടമകളുമായിട്ട് സംസാരിച്ച് അവിടെ പച്ച വിരിച്ചു. അതിൻ്റെ പ്രചോദനത്തിൽ ഒരുപാട് പാടങ്ങളിൽ പച്ച വിരിഞ്ഞു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഇത് ചെയ്യാവുന്ന എല്ലാ രീതിയിലുള്ള സംഭാവനകളും ചെയ്തിട്ടാണ് പൂർണ്ണമായൊരു ജീവിതം എന്ന് വേണമെങ്കിൽ പുറമേ നിന്ന് കാണുമ്പോൾ, അകത്ത് ഉള്ളത് നമുക്ക് അകത്തല്ലേ അറിയുള്ളൂ. പുറമേ നിന്ന് കാണുമ്പോൾ ഞാൻ കണ്ടതിൽ അത്യാവശ്യം പൂർണ്ണത വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ശ്രീനിവാസൻ സാറ്. അങ്ങനെയല്ല, പിന്നെ എപ്പോഴും അദ്ദേഹം എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ അത് നർമ്മത്തിലൂടെ ആയിരിക്കും ചിലപ്പം പറയാം. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും ഒരു ഉപദേശങ്ങൾ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്നാമത് അദ്ദേഹം സുഖമില്ലാതെ തുടങ്ങിയൊരു കാലഘട്ടത്തിലാണ് എൻ്റെ ഡ്രീം നമ്മൾ കാണുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരു സമയത്തല്ല, ശരിക്കും എന്താണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നല്ലാതെ അങ്ങനെ ഭയങ്കര ഒരു സൗഹൃദത്തിനുള്ളൊരു അവസരം കിട്ടിയില്ല. എങ്കിലും അദ്ദേഹത്തിനെ കാണാനും വീട്ടിൽ പോകാനും പിന്നെ ധ്യാൻ്റെ കൂടെ സഹകരിച്ചിട്ടുണ്ട്, പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അവസാന സമയത്ത് ഇപ്പോൾ ടൗൺ ഹാളിലാണെങ്കിലും ഇന്നലെ രാത്രി വീട്ടിലാണെങ്കിലും ഇന്നാണെങ്കിലും എല്ലാത്തിനും ഒരു കുടുംബാംഗത്തെ പോലെ നിൽക്കാനുള്ളൊരു നിയോഗം ലഭിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഇതൊക്കെ സഹിക്കാൻ പറ്റട്ടെ.